CPIM നേതാവ് പി ജയരാജനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. 8 പ്രതികളെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുറ്റവിമുക്തരാക്കിയത്. രണ്ടാം പ്രതി ചീറോക്കണ്ടത്ത് പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ശ്യാം ദേവരാജ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? 1999 തിരുവോണനാളിലാണ് CPIMന്റെ നേതാവായിരുന്ന കണ്ണൂരിലെ CPIM നേതാവായ പി ജയരാജനെ RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വീട്ടിനുള്ളിൽ കയറിയായിരുന്നു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ കേസിൽ 2007 തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 10 പ്രതികൾ കുറ്റക്കാരാണ് എന്നായിരുന്നു 2010 ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിചാരണ കോടതിയുടെ വിധി. ഇതിന്മേൽ പ്രതികളും സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 9 പ്രതികളിൽ 8 പേരെയും വെറുതെ വിട്ടു. രണ്ടാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്ത് കുറ്റക്കാരനാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾക്കെതിരെയുള്ള 307 വകുപ്പ് അനുസരിച്ച്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 307 വകുപ്പ് അനുസരിച്ച് വധശ്രമം കുറ്റം നിലനിൽക്കും എന്നാണ് കണ്ടെത്തിയത്. മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്നും, എല്ലാ വകുപ്പുകളിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അവരുടെ ശിക്ഷാവിധിയും, നേരത്തെ വിചാരണ കോടതി വിധിച്ച ശിക്ഷാവിധിയും റദ്ദാക്കിയിട്ടുണ്ട്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയാണ് ഹൈക്കോടതി ഭാഗികമായി റദ്ദാക്കിയത്. മാത്രമല്ല, തലശ്ശേരി സെഷൻസ് കോടതി അന്ന് തന്നെ 3 പ്രതികളെ, ഈ കേസിലുള്ള 3 പ്രതികളെ അന്ന് തന്നെ സംശയത്തിന് ആനുകൂല്യം നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു. RSSന്റെ ജില്ലാ കാര്യവാഹക ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് പി സോമരാജൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജിയിൽ പ്രതികളുടെ അപ്പീലുകളിൽ മേൽ വിധി പറഞ്ഞത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ RSS നേതാക്കളായിട്ടുള്ള, RSS പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. 8 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. രണ്ടാം പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ശ്യാം, ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് മുൻപാണ്. കണ്ണൂരിൽ രാഷ്ട്രീയ ആക്രമണങ്ങളെല്ലാം തന്നെ വളരെ കൂടി നിൽക്കുന്ന സമയത്താണ് അന്നത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന, പാർട്ടിയുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന പി ജയരാജനെതിരെ വധശ്രമം ഉണ്ടാകുന്നത്. വീട്ടിലെത്തിയാണ്, ഒരു തിരുവോണ നാളിലാണ് വീട്ടിലെത്തി RSS പ്രവർത്തകർ ഈ വിധത്തിൽ പി ജയരാജനെ കൊല്ലുന്നതിന് തുല്യമായ രീതിയിൽ വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നാണ് ഇതിന്റെ FIRൽ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. എന്താണ് ഈ 8 പ്രതികളെയും വെറുതെ വിടുന്നതിന് പ്രധാന കാരണമായി കോടതി പറഞ്ഞത്? തെളിവുകളുടെ കാര്യമായ രീതിയിലുള്ള അഭാവം ഉണ്ടായിരുന്നു ഇതിൽ? പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്. അതായത് ഈ കേസ് നടത്തിപ്പിലെ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിചാരണയുടെ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്, വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തുന്നതിൽ, പ്രത്യേകിച്ചും അത് അന്വേഷണ സംഘത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് ഈ 8 പ്രതികളെയും വെറുതെ വിടാനുള്ള പ്രധാന കാരണമായി ഈ വിധിന്യായത്തിൽ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഒരു പ്രതി, അതായത് രണ്ടാം പ്രതിയായ ചിരുകണ്ടോത്ത് പ്രശാന്ത് മാത്രമാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ സംഘം ചേർന്നത് ഉൾപ്പെടെയുള്ള, കലാപം നടത്താനുള്ള ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നേരത്തെ വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. അത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രശാന്തിനെതിരെ ഒരു വകുപ്പിലുള്ള കുറ്റം മാത്രമാണ് നിലനിൽക്കും, 2 വകുപ്പുകളിലുള്ള കുറ്റം മാത്രമാണ് നിലനിൽക്കുമെന്ന് കണ്ടത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 307 വകുപ്പ് അനുസരിച്ച് വധശ്രമത്തിനും 326 വകുപ്പ് അനുസരിച്ച് മാരകായുധവുമായി ആക്രമിച്ചതിനും ഈ 2 കുറ്റങ്ങൾ മാത്രമാണ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ള. മറ്റ് സംഘം ചേർന്ന് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ആക്രമണം നടത്തിയത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ നിന്ന് പ്രശാന്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെ 9 പ്രതികളുടെ അപ്പീലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നതും അതിൽ ഏതാണ്ട് 10 വർഷത്തിലധികമായി പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന്. പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് 8 RSS പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള 8 പേരെ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. രണ്ടാം പ്രതിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി.